സഹൃദയരെ നമസ്കാരം. നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് വളരെ സിമ്പിളായി ഫേക്ക് നോട്ട്സ് അഥവാ കള്ളനോട്ടുകൾ തിരിച്ചറിയാനുള്ള ഒരു സൂത്രമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിനായി ആദ്യമായി ഇതേപോലുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടി എടുക്കണം. എന്നിട്ട് പെട്ടിയുടെ ഒരു വശത്തായി പേന ഉപയോഗിച്ച് 8 കുത്തുകൾ നേർരേഖയിൽ ഇടണം. അതിന് താഴെയായി വീണ്ടും 8 കുത്തുകൾ ഇടണം. അതിന് കീഴെ പിന്നെയും 8 കുത്തുകൾ ഇട്ടുകൊടുക്കണം. മൊത്തം 24 കുത്തുകൾ വേണം. ഇതിനു ശേഷം ഒരു ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് എല്ലാ കുത്തുകളിലും സുഷിരങ്ങൾ നിർമ്മിക്കണം. അടുത്തതായി UV LEDകൾ ഈ സുഷിരങ്ങളിൽ ഇറക്കി വെക്കണം. LEDയുടെ നീളം കൂടിയ കാല് അതിന്റെ പോസിറ്റീവും നീളം കുറഞ്ഞ കാല് അതിന്റെ നെഗറ്റീവും ആണ്. LEDകൾ ഇറക്കി വെക്കുമ്പോൾ എല്ലാത്തിന്റെയും പോസിറ്റീവ് സൈഡ് ഒരു വശത്തേക്ക് ഒരേപോലെ വെക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി LEDകളുടെ നെഗറ്റീവ് സൈഡ് കാലുകളെല്ലാം തന്നെ ഒരു വശത്തേക്കും അതേപോലെ തന്നെ പോസിറ്റീവ് സൈഡ് കാലുകളെല്ലാം തന്നെ മറുവശത്തേക്കും നമുക്ക് വളച്ചു കൊടുക്കണം. ഇതിനു ശേഷം വളച്ചുവെച്ച കാലുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മുട്ടാതെ ശ്രദ്ധിച്ച് വേണം സോൾഡർ ചെയ്യാൻ. വീട്ടിൽ സോൾഡർ അയൺ ഇല്ലെങ്കിൽ LEDയുടെ കാലുകൾ തമ്മിൽ തിരിച്ചു വെച്ച് കൊടുത്താലും മതിയാവും. അടുത്തതായി ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ടറും പോസിറ്റീവും നെഗറ്റീവും തെറ്റാതെ നോക്കി കൃത്യമായി സോൾഡർ ചെയ്യണം. ഇനി നമുക്ക് ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്ത് LEDകൾ തെളിയുന്നുണ്ടോ എന്ന് നോക്കാം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ തെളിയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് ചെന്ന് പെട്ടിയുടെ അകത്ത് നോട്ട് വെച്ച് LEDകൾ ഓൺ ചെയ്ത് നോക്കാം. ഒറിജിനൽ നോട്ടിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധാരണ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത ചില സുരക്ഷാ സവിശേഷതകൾ അൾട്രാവയലറ്റ് ലൈറ്റ് പതിപ്പിക്കുമ്പോൾ ദൃശ്യമാവും. ഫ്ലൂറസന്റ് മഷി ഉപയോഗിച്ച് അച്ചടിച്ച ഭാഗങ്ങളും അതേപോലെ തന്നെ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫോട്ടോക്രോമിക് ഫൈബറുകളുമാണ് തിളങ്ങിക്കാണുക. കള്ളനോട്ടുകളാണെങ്കിൽ അവ ഇതേപോലെ അൾട്രാവയലറ്റ് ലൈറ്റിനടിയിൽ പ്രകാശിക്കുകയില്ല. ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകമായ അൾട്രാവയലറ്റ് LED ഒരെണ്ണത്തിന് 4 രൂപ നിരക്കിൽ സാധാരണ ഇലക്ട്രോണിക്സ് കടകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകൾ വഴിയും വാങ്ങാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും അറിയിക്കണം.